ഈ ലീക്ക് ആരും സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ മാർക്ക് റുഫല്ലോ, അതായത് ഹൾക്കായിട്ട് അഭിനയിക്കുന്ന മാർക്ക് റുഫല്ലോ വലിയൊരു സ്പോയിലർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പോയിലറും പിന്നെ ഹൾക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമ്മുടെ മാർക്ക് റുഫല്ലോ തന്ന ലീക്കിൽ തന്നെ തുടങ്ങാം. മാർക്ക് റുഫല്ലോ ചെറിയൊരു ഫാൻ മീറ്റിന് പോയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരു ഫാനാണോ മീഡിയ ആണോ അറിയില്ല, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നിങ്ങളുടെ നെക്സ്റ്റ് സിനിമയായ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാൻ വിസസ് ഹൾക്ക് ആ ഫൈറ്റ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ആണ് അവർ ചോദിച്ചത് ക്വസ്റ്റ്യൻ. പിന്നെ സ്പൈഡർമാൻ ഏതൊക്കെ വില്ലനുമായിട്ടൊക്കെ ആയിരിക്കും ഫൈറ്റ് ചെയ്യുന്ന, വില്ലന്മാരുടെ ഫൈറ്റ് അതൊക്കെ ചോദിച്ചായിരുന്നു. പക്ഷേ നോർമലി ആരായിരുന്നാലും ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ പറയും. പക്ഷെ നമ്മുടെ മാർക്ക് റുഫല്ലോ വേറെ എന്തൊക്കെയോ പറഞ്ഞത് ഇതാണ്: ഞാൻ നിങ്ങൾക്ക് 1000% ഉറപ്പ് പറയുന്നു, ഫ്യൂച്ചറിൽ സ്പൈഡർമാൻ ഉറപ്പായിട്ട് ഒരു ഏലിയന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതാണ് മാർക്ക് റുഫല്ലോ പറയുന്നത്. ഏത് ഏലിയൻ ആണെന്ന് എല്ലാവരും ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ആർക്കും ഒരു പിടിയും കിട്ടില്ല. കാരണം MCU തന്നെ ഇഷ്ടം പോലെ ഏലിയൻസ് ഉണ്ട്. എന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് നമ്മുടെ സ്വന്തം വൺ ആൻഡ് ഓൺലി വെനം. നമ്മൾ ലാസ്റ്റ് ആയിട്ട് വെനത്തിനെ മാർവൽ യൂണിവേഴ്സിൽ കാണുന്നത് ഈ നോവേ ഹോമിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ്. എഡി ബ്രോക്ക് വെനം അവരുടെ സോണി യൂണിവേഴ്സിലോട് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയൊരു പീസ് അവിടെ വിട്ടിട്ട് പോയിട്ടുള്ളതായി കാണാം. പക്ഷെ ആ പീസ് എവിടെ പോയി അതിന് എന്ത് സംഭവിച്ചെന്ന് ഇതുവരെ ഒരു ഐഡിയ തന്നെ മാർവൽ എന്നിട്ടൊന്നും തന്നിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ ബ്രാൻഡ് ന്യൂയുടെ അതിന്റെ ഉത്തരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ വന്ന റൂമേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് ഉറപ്പല്ല, റൂമേഴ്സാണ്. നടക്കാനും സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഫ്ലാഷ് ആയിട്ട് വരാൻ പോകുന്ന ഫ്ലാഷ് തോംസൺ, വെനം ഫ്ലാഷ് തോംസനെ കൺട്രോളിലെടുത്ത് ഏജന്റ് വെനമായിട്ട് മാറി. അങ്ങനെ ഏജന്റ് വെനം മിസ്റ്റർ സ്പൈഡർമാൻ അത് നടക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് തന്നെയായിരിക്കും മാർക്ക് റുഫല്ലോയും ടീസ് ചെയ്യാൻ വന്നത്. അതെന്താണെന്ന് സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. മിക്കവാറും അങ്ങനെ ഏജന്റ് വെനം വരാൻ സാധ്യത കുറവാണ്, എന്നാലും നോക്കാം. അപ്പോൾ ഈ സ്പൈഡർമാൻ മിസ്റ്റർ ഏലിയൻ അത് ഈ റൂമേഴ്സിനെയൊക്കെ തന്നെ വെച്ചാണ്. പിന്നെ അടുത്തൊരു വലിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ ഇപ്പോൾ റിലീസായ ട്രെയിലറിൽ സ്പൈഡർമാൻ ഏതോ മ്യൂട്ടേഷനിലാണെന്ന് മനസ്സിലാക്കാം. ആ മ്യൂട്ടേഷന് കാരണം മറ്റേ ഈ എഡി ബ്രോക്കിന്റെ കയ്യിൽ നിന്ന് പോയ ചെറിയ പീസ് ഓഫ് വെനം അതാകാനും സാധ്യത ഉണ്ട്. പക്ഷെ അത് സംഭവിക്കാൻ ഒരു 10% ചാൻസേ ഉള്ളൂ. അത് സംഭവിക്കാൻ അത്ര വലിയ ഇതൊന്നും അത്ര പ്രതീക്ഷ ഒന്നും വെക്കണ്ട. നോക്കിയാൽ അത് സംഭവിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ട്രെയിലറിൽ നോക്കിയാൽ തന്നെ പീറ്ററിന്റെ കണ്ണൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആവുന്നത് പോലെ കാണും. ചിലപ്പോൾ അത് വെനമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മ്യൂട്ടേഷൻ ഭാഗമായി സംഭവിക്കുന്നതുമായിരിക്കാം, പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നെ സീക്രട്ട് വാഴ്സ് ഒക്കെ ആകുമ്പോഴേ ഈ മാർവൽ യൂണിവേഴ്സിൽ തന്നെ ഇഷ്ടം പോലെ ഏലിയൻസ് ഒക്കെ വരും. അപ്പോൾ അതിലാരെങ്കിലും ആകാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മാർക്ക് റുഫല്ലോ അതിനെയും ടീസ് ചെയ്തേക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറെ ഇപ്പോഴും അത് വെനമാണെന്ന് അടിച്ചു പറയുന്നുണ്ട്, സ്പൈഡർമാൻ വിസസ് വെനം സംഭവിക്കുമെന്ന്. പക്ഷെ അത് സംഭവിക്കും, അത് മിക്കവാറും ഇപ്പോഴായിരിക്കത്തില്ല, സീക്രട്ട് വാഴ്സിലായിരിക്കും സംഭവിക്കുന്നത്. അതൊക്കെ നമുക്ക് നോക്കാം. കാരണം സീക്രട്ട് വാർസിലാണ് ഇത് നമുക്ക് ഈ സ്പൈഡർമാന് ബ്ലാക്ക് സൂട്ട് ലഭിക്കുന്നത്. അത് മൂവിയിൽ ബ്ലാക്ക് സൂട്ട് ലഭിച്ചേ പറ്റൂ. കോമിക്കില് സീക്രട്ട് വാർസിലാണ് സ്പൈഡർമാന് ഈ ബ്ലാക്ക് സൂട്ട് ലഭിക്കുന്നത്. അതുപോലെ മൂവിയിലും ഉറപ്പായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പിന്നെ ഉറപ്പായും വെനം മിസ്റ്റർ സ്പൈഡർമാൻ അത് സംഭവിക്കും. അത് ബ്രാൻഡ് ന്യൂ ഡേയിലാണോ അതോ ഡൂംസ്ഡേയിലാണോ അതോ സീക്രട്ട് വാർസിലാണോ അത് നമുക്ക് വഴി വെച്ച് തന്നെ കാണാം. നെക്സ്റ്റ് ഹൾക്കിന്റെ വലിയൊരു ലീക്ക് തന്നെ നടന്നിട്ടുണ്ട്. എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീറ്റർ പാർക്കറിന് വന്ന മ്യൂട്ടേഷനും ആ മ്യൂട്ടേഷനെ ബന്ധിച്ച് പീറ്റർ പാർക്കർ ബ്രൂസ് ബാനറിനെ കാണാൻ പോകുന്നതും അതൊക്കെയാണ് ഈ ടീസറിൽ അവർ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, സ്പൈഡർമാൻ വിസസ് ഹൾക്ക് എന്നൊരു വലിയ ഫൈറ്റ് തന്നെ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഫൈറ്റ് ഉണ്ടായിരിക്കും. അതും പ്രൊഫസർ ഹൾക്കായിട്ടല്ല, നമ്മുടെ സാവേജ് ഹൾക്ക്, അതെ പഴയ സാവേജ് ഹൾക്ക് ആയിട്ട് തന്നെ സ്പൈഡർമാൻ വിസസ് സാവേജ് ഹൾക്ക് ഫൈറ്റ് ഉറപ്പായിട്ട് കാണും. കുറെ വർഷങ്ങൾക്ക് ശേഷം സാവേജ് ഹൾക്ക് റിട്ടേൺ ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഹൾക്കിന്റെ ഒരു സെറ്റ് പിക്ക് ലീക്ക് ആയിട്ടുണ്ട്. അതിൽ ഹൾക്ക് ഒരു ലാബ് കോട്ടും പിന്നെ ഒരു ബ്രൗൺ പാന്റ് ഇട്ടിട്ട് ഏതോ ലാബൊക്കെ പൊട്ടിച്ചിട്ട് പുറത്തു വരുന്ന രീതിക്ക് ഒരു ഫോട്ടോ ആണ്. അതിപ്പോ എനിക്ക് ഇവിടെ ഇടാൻ പറ്റില്ല, മിക്കവാറും സ്ട്രൈക്ക് അടിക്കും. അതുകൊണ്ട് ജനറേറ്റഡ് ആയിട്ടൊരു ഫോട്ടോ ഇട്ട് കാണിക്കാം. നെക്സ്റ്റ് ഹൾക്ക് ഈ ഗ്രേ കളറിൽ വരുമെന്നൊക്കെ ആയിരുന്നു, അതായത് ഗ്രേ ഹൾക്ക് വരുമെന്നൊക്കെ ആയിരുന്നു റൂമേഴ്സ്. പക്ഷെ ഈ ഫോട്ടോ നോക്കുമ്പോൾ ഓൺലി ഗ്രീൻ ഹൾക്ക് മാത്രമാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒരു VFXൽ മാറ്റാനും സാധ്യതയുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ചോദിച്ചാൽ മിക്കവാറും ഗ്രീൻ ഹൾക്ക് വരുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. നെക്സ്റ്റ് നോക്കിയാൽ സ്പൈഡർമാൻ ഈ മാൻ സ്പൈഡർ ആയിട്ട് വരുമെന്ന് ചെറിയ റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 6 കൈയൊക്കെ വെച്ച് മോൺസ്റ്റർ ടൈപ്പ് സ്പൈഡർമാൻ ആയിട്ടൊക്കെ വരുമെന്ന് ചെറിയൊരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ കമ്പനി. ഇൻസൈഡേഴ്സ് റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ മാൻ സ്പൈഡറിനെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വരാൻ ഒരു 10% ചാൻസ് ഇല്ലാതില്ല, നോക്കാം. കാരണം ഈ സിനിമ PG-13 ആണ്. അതുകൊണ്ട് ഈ കുട്ടികളെ ഈ ടാർഗറ്റ് ചെയ്തെടുക്കുന്ന സിനിമയായതുകൊണ്ട് ആയിരിക്കാം അവരിങ്ങനെ മാൻ സ്പൈഡറിനെ കൊണ്ടുവരാത്തത്. അതും ഒരു കാരണമായിരിക്കാം, കാരണം കളക്ഷനെ ബാധിക്കില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഈ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. ഇതുപോലത്തെ കിടിലൻ അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺഡ്.